ക്ലാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആനുവൽ എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യനും ആൻസേഴ്സുമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 2023 വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 മണിക്കൂറാണ് പരീക്ഷാ സമയം. 15 മിനിറ്റ് കോൾ ഓഫ് ടൈം ഉണ്ടാകും. 6 ആക്ടിവിറ്റിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിലെ ഒന്നാമത്തെ ആക്ടിവിറ്റി നമ്മൾ തീർച്ചയായിട്ടും ഉത്തരം എഴുതേണ്ടതും 2 മുതൽ 6 വരെ ഉള്ളതിൽ നിന്നും ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരവുമാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഏതൊക്കെ പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ടാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഗതിവിധി ഏക്ക് നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ ഉണ്ടാവും. അപ്പോൾ ഓപ്ഷൻ നോക്കി നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. തന്നിരിക്കുന്ന പാരഗ്രാഫിൽ തന്നെ ഇതിൻ്റെ ഉത്തരം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നോക്കാം. നദിക്ക് കിനാരെ ഏക് ആം കാ പേട് ഥാ. നദിയുടെ അരികിലായി ഒരു മാവുമരം ഉണ്ടായിരുന്നു. ഉസ് പേട് പർ ഏക് ബന്ദർ രഹ്താ ഥാ. ആ മാവിൽ ഒരു കുരങ്ങ് താമസിക്കുന്നുണ്ടായിരുന്നു. വഹ് മീഠെ ആം ഖാതാ ഥാ. അവൻ മധുരമായ മാങ്ങ ഭക്ഷിക്കുന്നുണ്ടായിരുന്നു. പേട് കെ നീച്ചെ ഏക് ഖർഗോശ് രഹ്താ ഥാ. മരത്തിൻ്റെ ചുവട്ടിലായി ഒരു മുയൽ താമസിക്കുന്നുണ്ടായിരുന്നു. വഹ് ബന്ദർ കാ മിത്ര ഥാ. അത് ആ ബന്ദറിൻ്റെ കൂട്ടുകാരനായിരുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. നദിക്ക് കിനാരെ കോൺസാ പേട് ഥാ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നദിയുടെ തീരത്തായി ഏത് മരമാണ് ഉണ്ടായിരുന്നത്? നമുക്കറിയാം അല്ലേ, ഏതാണ് ഇവിടെ? സെക്കൻഡ് ഓപ്ഷൻ ആം കാ പേട്, മാവായിരുന്നു ഉണ്ടായിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. പേട് പർ കോൻ രഹ്താ ഥാ. ഈ മരത്തിന്മേൽ ആരായിരുന്നു താമസിച്ചിരുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്? നമുക്കറിയാം, ബന്ദറാണ്. 4ാമത്തെ ഓപ്ഷനാണ് ഇവിടെ കറക്റ്റായിട്ട് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ബന്ദർ ക്യാ ഖാതാ ഥാ. ബന്ദർ എന്തായിരുന്നു തിന്നുകൊണ്ടിരുന്നു എന്ന് നമ്മൾ കണ്ടത്? സെക്കൻഡ് ഓപ്ഷൻ മീഠെ ആം ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഖർഗോഷ് കഹാ രഹ്താ ഥാ. മുയൽ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? അതും നമ്മൾ കണ്ടതാണ്. നമുക്ക് ആ പാരഗ്രാഫ് നോക്കി എല്ലാത്തിൻ്റെ ഉത്തരം അവിടെ നിന്ന് കാണാൻ സാധിക്കും. പേട് കെ നീച്ചെ ഫസ്റ്റ് ഓപ്ഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബന്ദർ കാ മിത്ര കോൻ ഥാ. ആരായിരുന്നു ആ കുരങ്ങിൻ്റെ കൂട്ടുകാരൻ എന്ന് നമ്മൾ കണ്ടത്? 3ാമത്തെ ഓപ്ഷൻ ഖർഗോഷ്, മുയലായിരുന്നു. അപ്പം വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റിയ പാരഗ്രാഫും ക്വസ്റ്റ്യൻസുമായിരുന്നു ആദ്യത്തെ ഈ ആക്ടിവിറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ഇതേപോലെ തന്നെ ആയിരിക്കും ഇനി വരുന്ന പരീക്ഷയിലും ഉണ്ടാവുക. ഇതേ മോഡലിൽ ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഗതിവിധി 2 രണ്ടാമത്തെ ആക്ടിവിറ്റി, സൂചന ഗണ്ട് പടേം और प्रश्नों के उत्तर लिखे. ഇവിടെ തന്നിരിക്കുന്ന ഭാഗം വായിച്ച് താഴെ തന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. വർഷ ബൻകർ ബൂന്ത് നീച്ചെ ആഗിരി. മഴയായി മഴത്തുള്ളി ഭൂമിയിൽ പതിച്ചു. നദിക്ക് ലഹരോമേൻ തൈർക്കർ. നദിയിലെ ഓളങ്ങളിലൂടെ യാത്ര ചെയ്ത് നീന്തിക്കൊണ്ട്. ഖേത്തോങ്കോ സിഞ്ചാക്കർ. വയലുകളെ നനച്ചുകൊണ്ട്. ഗാവോ സെ ഹോക്കർ. ഗ്രാമങ്ങളിലൂടെ. ഷഹർ കി ഏക് ഡങ്കി മേൻ ഗിർപടി. പട്ടണത്തിലെ ഒരു ടാങ്കിൽ അകപ്പെട്ടു, അല്ലെങ്കിൽ ടാങ്കിൽ ചെന്ന് വീണു. ക്വസ്റ്റ്യൻ ഇതാണ്. ഷഹർ കി ഡങ്കി മേൻ ഗോൻ കിർപട. ആരാണ് പട്ടണത്തിലെ ആ ടാങ്കിനുള്ളിൽ അകപ്പെട്ടത്? നമുക്കറിയാലേ, ബൂന്ത് ഫസ്റ്റ് ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, പാനി അമൂല്യ ഹേ ഇസ്കാ സംരക്ഷൺ കരേ. വെള്ളം അമൂല്യമാണ്, ഇതിനെ സംരക്ഷിക്കണം എന്ന സന്ദേശം കൊടുത്തുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോസ്റ്റർ ചെയ്യാനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പാനി അമൂല്യ ഹേ ഇസ്കാ സംരക്ഷൺ കരയും, വെള്ളം അമൂല്യമാണ്, ഇതിനെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബോക്സൊക്കെ വരച്ച് നല്ല മനോഹരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റർ തയ്യാറാക്കണം. ഇവിടെ ഒരു പോസ്റ്റർ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ജൽ ഹി ജീവൻ ഹേ. ജലം ജീവിതം, ജീവനാണ്. ജല സംരക്ഷൺ ഹേ മേരാ സപ്പന. താക്കി ഖുഷ് ഹാൽ ബനെ ഭാരത് അപ്പന. ഇതേപോലെ കുറേയേറെ പോസ്റ്ററുകൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ജലത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചുള്ള കുറച്ച് പോസ്റ്ററുകളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും തയ്യാറാക്കാനായിട്ട് സാധിക്കും. അടുത്ത ഗതിവിധി, താലികാക്കി സഹായിദാസെ ചിത്ര പഹചാൻ കർ ലിഖേ. ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതിൽ കുറേ അക്ഷരങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വലതുവശത്ത് തന്നിരിക്കുന്ന 5ഓളം ചിത്രങ്ങൾ എന്താണ് ഹിന്ദിയിൽ അവയ്ക്ക് പറയുക എന്നുള്ളത് നമ്മൾ ഈ ബോക്സ് നോക്കി കണ്ടുപിടിക്കുക. നമുക്കറിയാം, ഒന്നാമത്തെ പിക്ചർ ആനയാണ്. ആനയ്ക്ക് എന്താണ് ഹിന്ദിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്? ഹാത്തി. സെക്കൻഡ് ഒരു ഫ്രൂട്ട് അല്ലേ, നമ്മുടെ ചക്കയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതിനെന്താണ് നമ്മൾ ഹിന്ദിയിൽ പഠിച്ചിട്ടുള്ളത്? കട്ട്ഹൽ. അതുപോലെ 3ാമത്തത്
കൈറ്റ് പട്ടമാണ്, പട്ടത്തിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പതങ്ക്. അതുപോലെ തന്നെ സൈക്കിൾ, പിന്നത്തേതോ ഘർ. അപ്പോൾ ഇവയുടെ പേര് നമ്മൾ ആ ചിത്രത്തിന് താഴെ എഴുതുക എന്നുള്ളതാണ് അടുത്ത ആക്ടിവിറ്റി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പാഠപുസ്തകത്തിൽ പഠിച്ച എല്ലാത്തിൻ്റെയും പേരുകൾ എഴുതാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഈ മോഡലിലൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഗതിവിധി 4 നാലാമത്തെ ആക്ടിവിറ്റി സൂചന ഗണ്ട് പഠേം ഓർ പ്രശ്നോക്കെ ഉത്തർ ലിഖേം. ഭാഗം വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ്. നദി കെ കിനാരെ മനു ബാസുരി ബജാത്തെ ബജാത്തെ ചൽ രഹാ ഥാ. നദിയുടെ തീരത്തുകൂടെ മനു ഓടക്കുഴലും ഊതിക്കൊണ്ട് നടന്നു പോവുകയായിരുന്നു. ചലത്തെ ചലത്തെ ഉസ്ക പൈർ ഫിസൽ ഗയ. നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കാലൊന്ന് വഴുതിപ്പോയി. ബാസുരി നദീമേ ഗിർപടി. അവൻ്റെ ഓടക്കുഴൽ നദിയിൽ വീണുപോയി. ബഹത്തി ബഹത്തി വഹി എക്ക് പത്തർ സെ ഠക്കരാക്കർ രുക്കുകയി. അങ്ങനെ മുന്നോട്ടേക്ക് ഒഴുകി ഒഴുകി ആ ഒരു ഓടക്കുഴൽ ഒരു കല്ലിൽ തട്ടി അവിടെ നിന്ന് പോയി. ഇതാണ് ഭാഗം. ചോദ്യം എന്താണെന്ന് നോക്കാം. ബാസുരി കിസ്സെ ടക്കരാക്കർ രുക്കുകയി. ഓടക്കുഴൽ എന്തിൽ തട്ടിയിട്ടാണ് നിന്നത്? നമുക്കറിയാലേ, അവിടെ ഓപ്ഷൻസ് എത്രാമത്തതാണ്? 3ാമത്തതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. പത്തർ സെ, കല്ലിൽ തട്ടിയിട്ടാണ് നിന്നത്. അടുത്ത ക്വസ്റ്റ്യൻ താലിക കി സഹായത സെ വാർത്താലാപിക്ക് പൂർത്തി കരേം. അവിടെ ബോക്സിലൊരു 4 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ആ 4 സെൻറ്റൻസ് ഇവിടെ ഡാഷ് ഇട്ട ഭാഗത്ത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു കോൺവെർസേഷനാണ്, സംഭാഷണമാണ്. അപ്പോൾ നമുക്ക് ഏതാണ് ചേരുന്നതെന്ന് എടുത്തിട്ട് ഈ വരയിലേക്ക് എഴുതിയാൽ മതി. ഇവിടെ നദി പറയാണ്, ബാസുരി തും നദീമേ കൈസെ ആയി. ഓടക്കുഴലേ, നീ എങ്ങനെയാണ് ഈ നദിയിൽ എത്തിച്ചേർന്നത്? അപ്പോൾ ബാസുരി പറയുന്ന മറുപടി നമ്മൾ ഇപ്പുറത്ത് നിന്ന് എടുത്തെഴുതണം. ഇതിലേതാണ് ഫസ്റ്റ് വരുന്നത്? അപ്പോൾ നമ്മുടെ ബാസുരി പറയുന്ന മറുപടി മേ നദീമേ ഗിർ ഗയി ഹോ. ഞാൻ നദിയിൽ വീണു പോയതാണ്. അപ്പോൾ വീണ്ടും നദി ചോദിക്കുന്നൊരു സെൻറ്റൻസ് നമ്മളിവിടെ നിന്ന് എടുത്തെഴുതാനുണ്ട്. ഓ കൈസെ ഗിർ ഗയി, ഫസ്റ്റ് ഓപ്ഷൻ. നീ എങ്ങനെയാണ് വീണത്? അപ്പോൾ ബാസുരി പറയുന്ന മറുപടി മനുക്കെ ഹാത്ത് സെ ചൂട്ടുകർ ഗിർ ഗയി. മനുവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ തെന്നി താഴെ വീണതാണ്. നദി മനു വൗ കോൻ ഹേ, മനു അതാരാണ്? അപ്പോൾ നമ്മൾ അടുത്ത ഡാഷ് എഴുതേണ്ടതുണ്ട്. അത് 4ാമത്തെ ഓപ്ഷൻ. മനു മേരാ മിത്ര ഹേ. മനു എൻ്റെ കൂട്ടുകാരനാണ്. അതാണ് ഇവിടെ ബാസുരി പറയുന്നതായിട്ട് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നദി വീണ്ടും പറയാണ് മേൻ തുമാരി സഹായത കരുങ്കി. ഞാൻ നിന്നെ സഹായിക്കാം. ബാസുരി ചോദിക്കുക കൈസെ, എങ്ങനെ നീ എന്നെ സഹായിക്കും? അപ്പോൾ നദിയുടെ മറുപടി നമ്മൾ അടുത്ത ഓപ്ഷനായിട്ടുള്ള ഭാഗത്തു നിന്ന് എടുത്തെഴുതുക. നദി പറയുന്നത് എന്താണ്? മേ തുമേ കിനാരെ ലേ ജാവുങ്കി. ഞാൻ നിന്നെ തീരത്തേക്ക് അല്ലെങ്കിൽ അരികിലേക്ക്, നദിയുടെ തീരത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇതുപോലെയുള്ള കോൺവെർസേഷൻ നമ്മൾ പ്രതീക്ഷിക്കണം. നേരത്തെ നമ്മളൊരു പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ ക്വസ്റ്റ്യൻസും നമ്മൾ പ്രതീക്ഷിക്കണം. അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഇവിടെ ഗതിവിധി 5 5ാമത്തെ ആക്ടിവിറ്റി സൂചന ചിത്ര ദേക്കേം അവർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം. ഇവിടെ കുറച്ച് പിക്ചർ തന്നിട്ടുണ്ട്. പിക്ചർ നോക്കിയിട്ട് താഴെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ 1ാമത്തെ ചിത്രത്തിൽ എന്താണ്? ഒരു കുട്ടി പോസ്റ്റർ പതിക്കുന്നതായിട്ടുള്ള ചിത്രമാണ് കാണുന്നത്. അപ്പോൾ ആ ചിത്രത്തിന് അനുയോജ്യമായ സെൻറ്റൻസ് ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ ബച്ചേ പോസ്റ്റർ ലഗാത്തേ ഹേ. കണ്ടോ, 2ാമത്തതാണ് 1ാമത്തെ ചിത്രത്തിന് അനുയോജ്യമായ സെൻറ്റൻസ്. അതുപോലെ തന്നെ 2ാമത്തെ ചിത്രം എന്താണ്? കുട്ടികളെല്ലാം ആ പീപ്പൽ ദാദിയെ അണിയിച്ചൊരുക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് ഏതാണ്? 1ാമത്തെ സെൻറ്റൻസ് ബച്ചേ ഗുബ്ബാരോ അവർ ധോരണോ സെ സജാത്തേ ഹേ. കുട്ടികൾ ബലൂണും തോരണങ്ങൾ കൊണ്ട് ആ മരത്തെ അലങ്കരിക്കുന്നു. അപ്പോൾ 3ാമത്തെ ചിത്രം എന്താണെന്ന് നോക്കിയേ. കുട്ടികളെല്ലാം ആ മരമുത്തശ്ശിക്ക് മുമ്പിൽ കളിക്കുന്നു. പിന്നെ അടുത്ത ചിത്രത്തിൽ പീപ്പൽ ദാദിക്ക് വളരെ സന്തോഷമാകുന്നു. അപ്പോൾ ഇതുപോലെ ചിത്രങ്ങൾ തന്നുകൊണ്ട് സെൻറ്റൻസുകൾ കറക്റ്റ് ഓർഡറിലാക്കാനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ ചിത്രമേ കോൺസാ പേട് ഹേ. ചിത്രത്തിൽ ഏത് മരത്തെക്കുറിച്ചാണ് പറയുന്നത്? നമുക്കറിയാം, സെക്കൻഡ് ഓപ്ഷൻ പീപ്പൽ കാ പേട്, അരയാൽ മരത്തെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി 6ാമത്തെ ഗതിവിധി എന്താണെന്ന് നോക്കാം. സൂചന കവിത പഠേം അവർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം. സൂചന എന്താണെന്ന് വെച്ചാൽ കവിതാവരി തന്നിട്ടുണ്ട്. കവിതാവരി വായിക്കുക, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഏക്ക് ഗിൽഹരി ഏക്ക് പേട് സേ भागी भागी आती है, एक गिलहरी नीचे बैठी उसको पास बुलाती है, दोनों मिलकर नाच रही है अपनी पूंछ उड़ा करके, इतना सुंदर नाच देखती एक मोरनी आ करके. അപ്പോൾ കവിത ക്വസ്റ്റ്യൻ ഇതാണ്. കവിത മേ വൃക്ഷ കാ സമാന അർത്ഥവാല ശബ്ദ ഹേ. വൃക്ഷ എന്നതിൻ്റെ അതേ സെയിം അർത്ഥം വരുന്ന വാക്ക് ഇവിടെ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണ്? നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഗിൽഹരി, പേട്,
അതുപോലെ തന്നെ പൂഞ്ച്, മോർണി, നമുക്കറിയാം അല്ലേ? മരത്തിന് എന്താണ് പറയുക? പേട്. സെക്കൻഡ് ഓപ്ഷനാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. അടുത്തത് ഈ കവിതാഭാഗത്തെ ആസ്പദമാക്കി മാച്ച് ദി ഫോളോയിങ് ചെയ്യാനാണ്. സഹി മിലാങ്കരെ. അവിടെ 2 ബോക്സ് ഉണ്ട്. ഏക്ക് ഗിൽഹരി പേഡ് സെ. അതിന് ചേരുന്നത് ഏതാണ് നമുക്കറിയാം. അപ്പുറത്തെ കവിത നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. സെക്കൻഡ് ഓപ്ഷനാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഭാഗി ഭാഗി ആത്തി ഹേ വരും. അടുത്തത് നീച്ചെ ബൈട്ടി ഗിൽഹരി. അതിന് ചേരുന്നത് ഏതാണ്? ഉസ്കോ പാസ് ബുലാത്തി ഹേ. 4ാമത് കിടക്കുന്നതാണ് കറക്റ്റായിട്ടുള്ളത്. പൂഞ്ച് ഉഡാക്കർ. അതിന് ദോനോ നാച്ച് രഹി ഹേ എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് മോർണി ആക്കർ. അതിന് ഏതാണ് വരുന്നത്? സുന്ദർ നാച്ച് ദേഖ്തി ഹേ. 3ാമത്തതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതാണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. 2023 ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് 5ാം ക്ലാസ്സിൻ്റെ. ഇതേ ഒരു മോഡലിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇപ്രാവശ്യവും വരിക. അപ്പോൾ നമുക്ക് ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടണം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്